ഹലോ, ഈ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇന്ന് പോകുന്ന സ്ഥലം ഏതാണെന്നറിയോ? കുവൈറ്റിലെ ഫേമസ് ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടെ വന്നപ്പോ തൊട്ട് എനിക്ക് പോണെന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലം ഇതാണ്. കുവൈറ്റിലെ ലാർജസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് മാളായിട്ടുള്ള ദ ഗ്രാൻഡ് അവന്യൂസ് മാളിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ജലീബിന്ന് ഒരു 45 മിനിറ്റ്സ് ദൂരമുണ്ട് അവന്യൂസിലേക്ക് എത്താൻ. ഒരു 9:30 ആകുമ്പോഴേക്ക് ഇറങ്ങണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ആ ടൈമിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും. അങ്ങനെ ഞങ്ങൾ 507 ബസ്സിലാണ് കേട്ടോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ ഏത് ബസ്സാണ് അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എല്ലാ സ്ഥലത്തേക്കും പോവാറ്. അതുകൊണ്ട് തന്നെ ബസ്സിന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കി നിന്ന ബസ്സൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നോക്കിയപ്പോഴാണ് 507 ബസ് കണ്ടത്. അതുകൊണ്ട് തന്നെ 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ നമ്മൾ ബസ് കിട്ടിയപ്പോൾ ലേറ്റ് ആയിപ്പോയി. ബസ്സിലാണെങ്കിൽ അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നല്ല സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റി. 2-3 പ്രാവശ്യം ഇതുവഴി പോയപ്പോൾ പുറത്തെ ഭാഗങ്ങളൊക്കെ ഞാൻ അവന്യൂസ് മാളിന്റെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ അകത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഉണ്ടായിരുന്നു. ഈ വീഡിയോസ് ഒക്കെ കണ്ട് കാണാൻ കൊതിയായിട്ട് ഇരിക്കായിരുന്നു ഞങ്ങൾ. ഹസ്ബൻഡിനാണെങ്കിലും മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ആൾക്ക് അധികം എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് മാൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഒരു 40 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ അവന്യൂസ് മാൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് പുറത്തുള്ള ഒരു വ്യൂ. ഇനി നമ്മളിവിടെ ബസ് ഇറങ്ങിയിട്ട് ബ്രിഡ്ജ് വഴി വേണം അപ്പുറത്തേക്ക് കടക്കാനായിട്ട്. ഞങ്ങൾ മാപ്പിൽ നോക്കിയപ്പോൾ 507 ബസ്സിൽ ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഏറ്റവും ബസ് കയറി വേണം അവന്യൂസിൽ എത്താന്നാണ് കാണിച്ചിരുന്നത്. പക്ഷെ ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ അവിടെ മലയാളി ഡ്രൈവർ ആയിരുന്നു. പുള്ളിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവന്യൂസ് മാളിലേക്ക് ഇവിടുന്ന് പോകുമെന്ന്. അപ്പൊ ആള് പറഞ്ഞതാണ് ഇവിടെ ഇറങ്ങിയിട്ട് ബ്രിഡ്ജ് വഴി കയറി അപ്പുറത്തെത്തിയ അവന്യൂസ് മാൾ എത്തുന്നത്. അത് നല്ലോണം ഉപകാരമായി. അങ്ങനെ ബ്രിഡ്ജ് കടന്ന് അപ്പുറത്തെത്തി. ഇനിതാ ഈ പോക്കറ്റ് റോഡിൽ കുറച്ചു നേരം നടന്നാൽ നമുക്ക് അവന്യൂസ് മാൾ എത്തും. അവന്യൂസ് മാളിലെ ഭാഗങ്ങളൊക്കെ ഇതാ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വെയിലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മൾ കുവൈറ്റിലെ ലാർജസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് മാളായിട്ടുള്ള അവന്യൂസ് മാളിൽ എത്തിയിരിക്കുകയാണ്. വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു മാള് നമ്മൾ അടുത്ത് നിന്ന് കണ്ടപ്പോൾ വാവ് എന്നൊന്ന് പറഞ്ഞു പോകും. ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഒരു മാളിനും കണ്ടിട്ടില്ലാത്തൊരു ഷേപ്പിലായിരുന്നു കേട്ടോ ഈ മാൾ ഉണ്ടായിരുന്നത്. ഞങ്ങൾ വിചാരിച്ചു അതിന്റെ മെയിൻ എൻട്രൻസ് കണ്ടുപിടിക്കാന്ന്. പക്ഷെ കുറേ ദൂരം നടക്കണ്ടേ. അതുകൊണ്ട് തന്നെ കണ്ടൊരു എൻട്രൻസിൽ കൂടെ ഞങ്ങൾ അകത്തേക്ക് കയറി. മാളിന്റെ വലുപ്പം പോലെ തന്നെ പാർക്കിങ്ങും നല്ല വലുതായിരുന്നു കേട്ടോ. അങ്ങനെ പാർക്കിങ്ങിന്റെ ഏതോ ഒരു എൻട്രൻസ് വഴിയാണ് ഞങ്ങൾ അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറിയപ്പോഴാണെങ്കിൽ വേറൊരു ലോകത്ത് എത്തിയപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നിയത്. 1400-ലധികം ബ്രാൻഡ്സിന്റെ ഷോപ്സ് ഉണ്ടെന്നാണ് കേട്ടോ ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ പറയാൻ കഴിഞ്ഞത്. മറ്റു ഷോപ്സിനേക്കാളും കൂടുതലായിട്ട് റെസ്റ്റോറൻറ്റ്സും കഫേസുമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയത്. മാളിന്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഒരു നിമിഷം വിചാരിച്ചു പോകും നമ്മൾ പുറത്താണോന്ന്. അതിന് കാരണമായിട്ട് ഏറ്റവും എനിക്ക് തോന്നിയത് ഇതിന്റെ റൂഫിംഗ് ആണ്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള റൂഫാണ് എല്ലാ ഭാഗത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ ഫീലിംഗ് ആണ് നമുക്ക് വരിക. ഈ മാളിനെ ഇത്ര ബ്യൂട്ടിഫുൾ ആക്കി വെക്കുന്നതും ഈ റൂഫ് തന്നെ ആയിരിക്കും കേട്ടോ. നല്ല സൺലൈറ്റ് ഒക്കെ അടിക്കുന്നതുകൊണ്ട് തന്നെ അടിപൊളിയാണ് എല്ലാ ഭാഗങ്ങളും കാണാൻ. നമുക്ക് പോവേണ്ട ഷോപ്സ് എവിടെയാണ് ഏത് ഭാഗത്താണെന്നൊക്കെ അറിയാൻ ഇതിൽ നോക്കിയാൽ പറ്റും. എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡ്സും ഇവിടെ ഉണ്ടെന്നാണ് ഇതിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് കേട്ടോ. താഴെയിട്ട് സ്റ്റാർബക്സും പ്രൈമാർക്കൊക്കെ ഉണ്ട്. പ്രൈമാർക്ക് ഇവിടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ് കേട്ടോ. അത് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയതിനു ശേഷം വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. രാവിലെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല ക്യൂ ഉണ്ടായിരുന്നു പ്രൈമാർക്കിലേക്ക് കയറാൻ. താഴെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പിന്നെ വന്നത്. ഇവിടെ കൂടുതലും റെസ്റ്റോറൻറ്റ്സ് ആണ് കണ്ടത്. അത് നല്ല ഈസ്തെറ്റിക് വൈബുള്ള റെസ്റ്റോറൻറ്റ്സ്. ഇവിടെ എവിടെ നിന്നാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫ്രെയിംസ് ആണ് ഉള്ളത്. ഇതൊക്കെ കണ്ടില്ലേ, വേറെ റെസ്റ്റോറന്റിന്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണെങ്കിൽ സെന്റർ ഭാഗത്തുള്ളൊരു പോർഷൻ ആണ് കേട്ടോ. ഈ മാളിന്റെ ഓരോ ഭാഗത്ത് പോകുന്തോറും നമ്മൾ ഇങ്ങനെ വണ്ടടിച്ചുകൊണ്ടിരിക്കും. വേറെ ഏതോ ലോകത്ത് ചെന്ന പോലെയാണ് ഓരോ സൈഡിൽ പോകുമ്പോഴും നമുക്ക് തോന്നുക. റെസ്റ്റോറൻറ്റ്സ് എല്ലാം എന്ത് ഭംഗിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു വന്നപ്പോഴാണ് ഈ ഭാഗം കാണുന്നത്. ഇത് നൈറ്റ് കാണാൻ എന്ത് അടിപൊളിയായിരിക്കും അല്ലേ. പകൽ വെളിച്ചത്തിൽ ഇത്ര ഭംഗിയാണെങ്കിൽ രാത്രി എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിച്ചത്.
അതൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴാണ് ദാ റോളക്സിന്റെ ഷോപ്പ് കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് റോളക്സ് വാച്ച് അടുത്ത് കാണുന്നത്. എല്ലാ ടൈപ്പ് ഷോപ്പും ഇതിനകത്ത് തന്നെയുണ്ട്. ഇന്റർനാഷണൽ ആയിക്കോട്ടെ ലോക്കൽ ആയിക്കോട്ടെ എല്ലാ ടൈപ്പും ഉണ്ട്. ഈ ഏരിയയിലേക്ക് വന്നപ്പോഴേക്കും വേറൊരു ടൈപ്പ് ലോകം. എനിക്കൊരു ലണ്ടൻ സ്ട്രീറ്റിന്റെ ഫീലൊക്കെ തോന്നി. കുറേ അധികം ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് നടന്ന് കാണാനുണ്ട് ഈ സ്ഥലം. പിന്നെ താഴെ തന്നെയായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത ആ ഭാഗത്ത് തന്നെ ബെൻസിന്റെ ഷോറൂം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഈ ഭാഗത്തൊക്കെ നിൽക്കുമ്പോഴേക്കും നമുക്കൊരു പാട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ഏതോ സൈഡിൽ. ഞങ്ങൾ വിചാരിച്ചു യൂഷ്വലി അവിടെ വെക്കുന്നതാണെന്ന്. പക്ഷെ അതല്ല, ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ഈ ഫ്ലാഷ് മോബ് ഒക്കെ പോലെ അങ്ങനെ എന്തോ ഒരു പരിപാടി ആയിരുന്നു ഇത്. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും അവർ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോവാൻ നിൽക്കായിരുന്നു. ആഫ്രിക്കക്കാരായിരുന്നു തോന്നുന്നുണ്ട്. ഒരു കുട്ടി ആഫ്രിക്കൻ ബ്രെയ്ഡ് ഒക്കെ ചെയ്തത് ഉണ്ടായിരുന്നു ആ കൂട്ടത്തില്. ഇപ്പൊ ഈ കണ്ടതാണ് നേരത്തെ നടന്ന ആ പരിപാടി. ഞങ്ങൾ ഇവർ പോയി എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു വന്നപ്പോഴേക്കും ഇവരിവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഈ മാള് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്ത് ഭംഗിയാണ് ഇവിടുത്തെ ഓരോ വിഷ്വൽസും കാണാൻ. ഉച്ചയാകുമ്പോഴേക്കും തിരക്ക് അത്യാവശ്യം നന്നായിട്ട് കൂടി കൂടി വരുന്നുണ്ടായിരുന്നു. ഈ ഒരു ഭാഗം ഫസ്റ്റ് നമ്മൾക്ക് കാണുമ്പോൾ ആദ്യം നമ്മൾ തോന്നുന്നു നമ്മൾ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിൽ എത്തിയോ എന്നാണ്. നമ്മൾ നടന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും ആ ഡാൻസ് കളിച്ച പിള്ളേരുടെ ഇവിടെ ഉണ്ടായിരുന്നു. എന്താണ് സംഭവം നമുക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇവരിൽ ഇങ്ങനെ ഒരു കുതിര പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും വേറെ കുറച്ച് പിള്ളേർ കൂടെ ഇവരുടെ കൂടെ ജോയിൻ ചെയ്ത് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ആ പരിപാടി കഴിഞ്ഞത് അവര് താഴേക്ക് പോവാണത്. ഇത് കണ്ടോ, ഓപ്പൺ ലിഫ്റ്റ്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയ സെന്റർ ഭാഗം കാണാനായിട്ട്. ഈ താഴത്തെ ഫ്ലോറിലുള്ളത് കുട്ടികളുടെ ഏരിയ ആണ് കേട്ടോ. അവർക്ക് കളിക്കാനുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്സ് ആണ് താഴെ ഉണ്ടായിരുന്നത്. ഇവിടെ ആണെങ്കിൽ വലിയൊരു H&Mന്റെ ഷോറൂം ഉണ്ടായിരുന്നു. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആലിയ ഭട്ട് ഫേമസ് ആക്കിയ ലെക്ചോ കഫേ ഇവിടെ ഉണ്ട്. നേരത്തെ ഡാൻസ് കളിച്ചിരുന്ന പിള്ളേര് താഴെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ ഒരു ഷോപ്പിന്റെ ഇനാഗ്രേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇവർ ഡാൻസ് കളിക്കുന്നത്. സംഭവം ജംഗിൾ തീമിലുള്ള ഒരു പ്ലേ ഏരിയ ആണ് തോന്നുന്നുണ്ട് ഇവരുടെ ബാക്കിലായിട്ട് കാണുന്നത്. അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇവർ ഡാൻസ് കളിക്കുന്നത്. ഇവരുടെ ഈ കോസ്റ്റ്യൂമും ഡാൻസും സോങ്ങും എല്ലാം കൂടെ ആയപ്പോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ട് ഞങ്ങളിതാ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ വന്നപ്പോൾ കുറേ സാധനങ്ങൾ ഓഫറിന് ഇരിക്കുന്നുണ്ടായിരുന്നു. സ്വെറ്റേഴ്സും അങ്ങനെ വിന്റർ വെയേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കവർ ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാണ് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ശരിക്കും ഞങ്ങൾ പെട്ടുപോയത്. ബസ് സ്റ്റേഷൻ എവിടെയാണെന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അവിടെ നിന്നൊരു സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ഞങ്ങൾ വന്ന വഴി തന്നെയാണ് പോകേണ്ടത് ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കാനായിട്ട്. ഈ ഭാഗത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ വന്ന വഴി തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളതെന്ന്. ഞങ്ങളപ്പോൾ കുറച്ചുകൂടെ തന്നെ നടക്കാമെന്ന് വിചാരിച്ചു. നടന്ന് അവശതായി എന്നല്ലാതെ ഒരറ്റവും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. ഇവിടേക്കാണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിന്റെ എൻട്രൻസ്, മെയിൻ എൻട്രൻസ്. നടന്ന് എവിടെയും എത്താണ്ടായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അകത്ത് കയറി അകത്ത് കൂടെ നടക്കാന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്ന്. അങ്ങനെ അകത്തേക്ക് കയറി ഞങ്ങൾ വന്ന സ്ഥലം കണ്ടുപിടിച്ച് ബസ് കയറി വീട്ടിലെത്തി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.